എല്ലാവർക്കും നമസ്കാരം. SPR പാചക ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഉണക്കക്കപ്പ കൊണ്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ഉണക്കക്കപ്പ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണിത്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണിത്. കപ്പ നമുക്ക് ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കപ്പ ഒന്ന് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ അത് വളരെ നേരിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് കഴുകി വാരി വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ കപ്പപ്പൊടി വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കാം. കപ്പപ്പൊടി എന്ന് പറയുമ്പോൾ ഇത് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് അരിക്കുകയൊന്നും വേണ്ട. നല്ല മൂർച്ചയുള്ള ബ്ലേഡുള്ള മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ഞാൻ കപ്പപ്പൊടി മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു 1.5 സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയും കപ്പപ്പൊടിയും കൂടിയുള്ള ഒരു പുട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിയെടുത്തു, പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഉപ്പ്. ഇത്രയും സാധനം മതി കപ്പപ്പുട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പൊടിയൊന്ന് നനച്ച് വയ്ക്കണം. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോക്കിയിട്ടിടണം. നമ്മുടെ പൊടി എടുക്കുന്ന അളവിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മൾ വെറുതെ തിളച്ച വെള്ളമൊന്നും വേണ്ട, വെറുതെ നമ്മൾ സാധാ പുട്ട് നനയ്ക്കുന്ന പോലെ നനച്ചാൽ മതിയത്. നനച്ച് നമുക്ക് ഉടനെ തന്നെ അധിക സമയം വെച്ച് ഇരിക്കേണ്ട കാര്യമില്ല. നമുക്ക് നനച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുട്ടുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ കപ്പ നമുക്ക് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് എപ്പോഴും കിട്ടുന്നതാണ്. കപ്പപ്പൊടി പക്ഷേ നമുക്ക് കടകളിൽ അങ്ങനെ കിട്ടാനില്ല. അപ്പോൾ നമ്മളധികം കപ്പ വരുന്ന സമയത്ത് കപ്പ വാങ്ങിച്ച് നമ്മളതൊന്ന് ക്ലീൻ ചെയ്ത് വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുത്ത് കഴുകി വാരി വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കപ്പപ്പുട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇതിനെ നമുക്ക് പ്രത്യേകിച്ച് കറിയെന്ന് പറയാനായിട്ട് മറ്റ് വെജിറ്റേറിയൻ കറിയൊന്നും ഇതിന് പറ്റില്ല. അപ്പോൾ പറഞ്ഞ പോലെ നോണായിട്ടുള്ള ഏത് കറികളും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. മീൻ കറിയോ ബീഫോ ചിക്കനോ ഒക്കെ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. പക്ഷെ അധികം തേങ്ങയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ കറിയുടെ ആവശ്യമില്ല. നമുക്ക് കറിയില്ലാതെ തന്നെ ചൂടോടെ കഴിച്ചാൽ ഇത് വളരെ ടേസ്റ്റിയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ പൊടി ഒരു അധികം വെള്ളമൊന്നും ആവാൻ പാടില്ല. നമ്മൾ സാധാരണ പുട്ടിന് നനയ്ക്കുന്നത് പോലെ തന്നെ നനച്ചാൽ മതി. അപ്പോൾ ഉണക്കക്കപ്പ പൊടിച്ച ആ പൊടി കൊണ്ടുള്ള പുട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ കപ്പപ്പുട്ടിങ്ങനെ ആളുകൾ വിൽക്കാൻ കൊണ്ടുവരുമായിരുന്നു. ഇന്നിപ്പോൾ കപ്പപ്പുട്ട് മാത്രമല്ല, ഗോതമ്പ് പുട്ട് അങ്ങനെയുള്ള പുട്ടുകളെല്ലാം പഴയ കാലത്ത് ആളുകൾ വീടുകളിൽ കൊണ്ടുനടന്ന് തീർക്കുമായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് എല്ലായിടത്തും തട്ടുകടകളും 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ കൂടെ അത്തരം കച്ചവടമെല്ലാം മാറ്റി റോഡ് സൈഡിലെ കച്ചവടത്തിലേക്ക് ഒന്ന് മാറിയിരിക്കുകയാണ്. എന്നാൽ ഇത്തരം പുട്ടുകൾ നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി നനച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇൻഡക്ഷനിലേക്ക് വയ്ക്കുന്നു. നമ്മളത് ഓൺ ചെയ്യുന്നു. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇടുന്നതിന് മുൻപായിട്ട്, നമ്മൾ പുട്ടുണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക. ഒരു ടേസ്റ്റ് മേക്കറും കൂടിയായിട്ട് നമ്മൾ പഞ്ചസാര ഏത് പുട്ടുണ്ടാക്കുമ്പോഴും നമുക്കൊരല്പം അതിനകത്തേക്ക് ആഡ് ചെയ്യുക. അധികം ആകാൻ പാടില്ല. ഇനി നമ്മളിതിനകത്തേക്ക്, ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു.
അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് ചൂടോടെ കഴിക്കുകയും ചെയ്യാം, എളുപ്പമാണ്. തേങ്ങ വേണ്ടവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം, ആവശ്യമുള്ളവർക്ക്. അല്ലെങ്കിൽ നമ്മൾ സാധാ പുട്ടിടുന്നത് പോലെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ കുക്കറിൻ്റെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടുകളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. കാരണം കപ്പയൊക്കെ വാങ്ങിച്ച് കപ്പപ്പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. നമ്മൾ സാധാരണ അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, റവപ്പുട്ട്, മറ്റ് മിക്സഡ് പുട്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് ഇത്തരം പുട്ട് വളരെ വെറൈറ്റി ആയിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കാറില്ല. നമുക്ക് കടകളിലും തന്നെ ഈ കപ്പപ്പുട്ട് എന്ന് പറയുന്നത് കിട്ടാറില്ല. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ഇത് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. മുകളിലൊരു ബെല്ലൈക്കൺ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഇത്തരം ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്ത ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.